പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കേരളത്തിലെ മലയോര പ്രദേശമായ വയനാട് ജില്ലയുടെ ആസ്ഥാനവും പ്രധാന നഗരസഭയുമായ കൽപ്പറ്റക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മൈതാനിപ്പള്ളി ഉപ്പാപ്പയുടെ മഖാമിലാണ്. കൽപ്പറ്റ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു മഖാം നിലകൊള്ളുന്നത്. ഏകാന്തമായ ഇബാദത്തുകൾക്ക് വേണ്ടിയും ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് വേണ്ടിയും ഔലിയാക്കൾ ജനങ്ങളുടെ ഇടപഴകലുകൾ ഇല്ലാത്ത കാടുകളിലും മറ്റും കഴിഞ്ഞുകൂടൽ പതിവുള്ളതായിരുന്നു. ഇത്തരത്തിൽ പ്രബോധനങ്ങൾക്കും ഏകാന്തവാസത്തിനും വന്ന് വഫാത്തായ ഒരുപാട് ഔലിയാക്കളുടെ മക്ബറകൾ വയനാടിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള വയനാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന മഖാമുകളിൽപ്പെട്ട ഒന്നാണ് കൽപ്പറ്റ മൈതാനിപ്പള്ളി ഉപ്പാപ്പ മഖാം. ജാതി മത ഭേദമന്യേ നിരവധി ആളുകൾ രോഗശമനങ്ങൾക്കും ആവശ്യ പൂർത്തീകരണത്തിനും മറ്റുമായി ആശ്രയിക്കുന്ന ഒരു ഇടം കൂടിയാണിത്. പാമ്പിന്റെ ശല്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഇവിടേക്ക് കോഴിമുട്ട നേർച്ചയാക്കിയാൽ പിന്നീട് പാമ്പിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല എന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നിരവധി ആളുകൾ നേർച്ച സമർപ്പിക്കുന്നത് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മൈതാനിപ്പള്ളി ഉപ്പാപ്പ എന്ന പേരിൽ പ്രസിദ്ധനായ മഹാന്റെ യഥാർത്ഥ നാമം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നാടും വീടും വിട്ട് ആരാധനകളിലായി കഴിഞ്ഞിരുന്ന സമയത്ത് പല മക്ബറകളെയും പുനർജീവിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഖാമാണ് മൈതാനിപ്പള്ളി ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഖാം. മൈതാനിപ്പള്ളി ഉപ്പാപ്പയുടെ യഥാർത്ഥ നാമം അബ്ദുൽ ഹനീഫ് സിജിസ്ഥാനി റളിയല്ലാഹു അൻഹു എന്നാണ് എന്ന് പറയുന്നവരുമുണ്ട്. അല്ലാഹു തആല മൈതാനിപ്പള്ളി ഉപ്പാപ്പയുടെ ഹഖ് ജാഅ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുമാറാകട്ടെ. മാറാവ്യാധി രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി തരുമാറാകട്ടെ. ആമീൻ. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.